നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK-യിൽ പണപ്പെരുപ്പം തലവേദനയാകുന്നു. നിലവിലെ 3.75% അടിസ്ഥാന പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം ഫെബ്രുവരി 5-ന് പ്രഖ്യാപിക്കും. സമീപകാല പണപ്പെരുപ്പം ഉയർന്നതും സാമ്പത്തിക വളർച്ച കുറഞ്ഞതും പലിശ വർധനവ് അടിസ്ഥാന കാരണങ്ങൾ. വീട് വായ്പയും നിക്ഷേപ പലിശയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിരക്ക് വർധനവ് വലിയ സ്വാധീനം ചെലുത്തും. ബ്രിട്ടനിലെ അമ്മമാരിൽ 10 പേരിൽ 7 പേരും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലെന്ന് മദേഴ്സ് മാസ്റ്റർ സംഘടനയുടെ പഠന റിപ്പോർട്ട്. പ്രസവാനന്തര വിഷാദം, ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ബ്രിട്ടനിലെ അമ്മമാരിൽ വ്യാപകമാകുന്നു. UK-യിൽ 31% അമ്മമാരും മാതൃത്വം സ്വന്തം കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന റിപ്പോർട്ട്. അമ്മമാരുടെ മാനസികാരോഗ്യത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഗവേഷകർ. UK-യിലെ ലൈഫ് ടൈം ISA പദ്ധതിക്ക് പകരം പുതിയ സേവിങ്സ് പദ്ധതി ആരംഭിക്കുന്നു. 2028 ഏപ്രിൽ മുതൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും. പുതിയ പദ്ധതിയിൽ സർക്കാർ നൽകുന്ന 25% ബോണസ് വീട് വാങ്ങുന്ന സമയത്ത് ഒറ്റത്തവണയായി ലഭ്യമാകും. സേവിങ്സ് പദ്ധതിയുടെ രൂപരേഖ HMRC സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്നുമുള്ള എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യ വെൻസിലിൻ എണ്ണ വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് പുറമെ ചൈനയ്ക്കും വെൻസിലിൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് പകരമായി വെൻസിലിൻ എണ്ണ വാങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഇന്ത്യ. US-ൽ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 35 ലക്ഷം പേജുകളും 2000 വീഡിയോകളും ഉൾപ്പെടെ 1,80,000 ചിത്രങ്ങൾ ഉൾപ്പെടുന്ന രേഖകൾ. പുറത്തുവന്ന രേഖകളിൽ ഡൊണാൾഡ് ട്രംപ് മുതൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വരെയുള്ള നിരവധി പ്രമുഖർ. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആയുർവേദ മേഖലയിലും അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് മേഖലയിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ. പുതിയ 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപനം. കേന്ദ്ര ബഡ്ജറ്റ് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും കേന്ദ്ര സർക്കാർ. ഞായറാഴ്ചത്തെ ബഡ്ജറ്റ് അവതരണം ചരിത്രത്തിൽ ആദ്യം. പലസ്തീനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വരും വർഷങ്ങളിൽ ഇന്ത്യ അറബ് സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ഗാസ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതാവ് മുൻ MP-യുമായ K മുരളീധരൻ. കേരളത്തിൽ UDF BJP മത്സരമാണ് നടക്കുകയെന്നും ഈ തിരഞ്ഞെടുപ്പിൽ CPM-ന് BJP-യുമായി അന്തർധാരയുണ്ടാകുമെന്നും K മുരളീധരൻ. കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നവരെ പേടിക്കണ്ട എന്നും എന്നാൽ പാർട്ടിക്ക് അകത്തു നിന്നുകൊണ്ട് പണി തരുന്നവരെയാണ് ഭയക്കേണ്ടതെന്നും മുൻ KPCC പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം ഫെബ്രുവരി 5-ന് പ്രഖ്യാപിക്കും. എന്നാൽ നിലവിലെ 3.75% അടിസ്ഥാന പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാനുള്ള സാധ്യതയാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നത്. 2025 ഡിസംബറിൽ 0.25% പലിശ ബാങ്ക് കുറച്ചിരുന്നു. റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധർ ഭൂരിഭാഗവും ഫെബ്രുവരിയിൽ പലിശ നിരക്ക് നിലനിർത്തുമെന്ന അഭിപ്രായമാണ് പങ്കുവച്ചത്. സമീപകാലത്ത് പണപ്പെരുപ്പം അല്പം ഉയർന്നതും സാമ്പത്തിക വളർച്ച കുറഞ്ഞതുമാണ് ജാഗ്രത പാലിക്കാൻ ബാങ്കിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. പണപ്പെരുപ്പം 2022 സ്ഥിതിയിൽ നിന്നും കുറഞ്ഞുവെങ്കിലും ഇപ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 2% ലക്ഷ്യത്തിന് മുകളിൽ തുടരുകയാണ്. 2025 ഡിസംബറിൽ പണപ്പെരുപ്പം 3.4% ഉയർന്നത് വില വർധനവ് സമ്മർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നതായും സൂചിപ്പിക്കുന്നു. നവംബറിൽ പണപ്പെരുപ്പം 3.2% ക്രമാനുസൃതമായ കുറവ് വരുത്തുക എന്ന നയമാണ് നിലവിൽ ബാങ്ക് പിന്തുടരുന്നത്. അതിനാൽ വില വർധനവ് സമ്മർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ പലിശ നിരക്ക് കുറയ്ക്കുക ബാങ്ക് ധൃതി പിടിക്കില്ല എന്നാണ് സൂചന. സാമ്പത്തിക വിദഗ്ധരും ബാങ്കിംഗ് സ്ഥാപനങ്ങളും പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നത് അടുത്ത മാർച്ച് അല്ലെങ്കിൽ ജൂണിലെ ഉണ്ടാവൂ എന്നാണ് പ്രവചനം. UBS, ഡോയ്ച്ചെ ബാങ്ക് തുടങ്ങിയവയുടെ കണക്കുകൂട്ടൽ പ്രകാരം 2026 അവസാനത്തോടെ പലിശ നിരക്ക് 3 മുതൽ 3.25% വരെ എത്താനാണ് സാധ്യത. സാമ്പത്തിക സ്ഥിതിഗതികളും പണപ്പെരുപ്പ പ്രവണതകളും ആശ്രയിച്ചാകും ബാങ്കിന്റെ ഭാവി തീരുമാനങ്ങൾ. വീട് വായ്പയും നിക്ഷേപ പലിശയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ തീരുമാനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും. ബ്രിട്ടനിലെ അമ്മമാരിൽ 10 പേരിൽ 7 പേരും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലാണെന്ന് വെളിപ്പെടുത്തുന്ന പുതിയ പഠന റിപ്പോർട്ട് പുറത്ത്. പ്രസവാനന്തര വിഷാദം, ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ ഉൾപ്പെടെ
മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ബ്രിട്ടനിലെ അമ്മമാരിൽ വ്യാപകമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്പിലെ 12 രാജ്യങ്ങളിലായി നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം റിപ്പോർട്ട് ചെയ്തത് UK-യിലെ അമ്മമാരിലാണെന്ന് മദേഴ്സ് മാസ്റ്റർ എന്ന സംഘടനയുടെ പഠനം വ്യക്തമാക്കുന്നു. UK-യിലെ അമ്മമാരിൽ 71% തങ്ങൾ അതിരൂക്ഷമായ സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യൻ ശരാശരി 67%. അതുപോലെ 47% UK അമ്മമാർക്കും ഡിപ്രഷൻ, ബേൺഔട്ട് തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും പഠനം വ്യക്തമാക്കുന്നു. യൂറോപ്പിൽ ഇത് ശരാശരി 50% പ്രസവാനന്തര ജീവിതത്തിലെ സാമൂഹിക തൊഴിൽ സമ്മർദ്ദങ്ങൾ ബ്രിട്ടനിൽ കൂടുതൽ കടുത്തതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ UK-യിൽ 31% അമ്മമാർക്കും മാതൃത്വം സ്വന്തം കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിനകത്തെ ചുമതലകൾ, കുട്ടികളെ വളർത്തൽ, ജോലി, ജീവിത ബാലൻസ് എന്നിവയിൽ UK-യിലെ സ്ത്രീകൾക്ക് കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പിതാക്കൾക്ക് ലഭിക്കുന്ന പിതൃത്വ അവധി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നും ബ്രിട്ടനിലെ 32% അമ്മമാർക്ക് സമൂഹം തങ്ങളുടെ പങ്ക് ശരിയായി അംഗീകരിക്കുന്നില്ല എന്നുമാണ് അഭിപ്രായം. ഇതിന്റെ പശ്ചാത്തലത്തിൽ GP-മാരും NHS മാതൃത്വ മാനസികാരോഗ്യ സേവനങ്ങളും അമ്മമാരുടെ മാനസിക ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഗവേഷകർ ആവശ്യപ്പെട്ടു. UK-യിൽ ലൈഫ് ടൈം ISA പദ്ധതിക്ക് പകരം ആരംഭിക്കുന്ന പുതിയ സേവിങ്സ് പദ്ധതിയുടെ രൂപരേഖ HMRC സ്ഥിരീകരിച്ചു. 2028 ഏപ്രിൽ മുതൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിലെ LISA-യിൽ ഉള്ള റിട്ടയർമെന്റ് സമയത്തുള്ള ആനുകൂല്യം ലഭിക്കാനുള്ള അവസരം ഇതിൽ ഉൾപ്പെടില്ല. LISA അപേക്ഷിച്ച് വീട് വാങ്ങൽ എന്ന ഏക ലക്ഷ്യത്തിലേക്ക് പദ്ധതി കേന്ദ്രീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പുതിയ പദ്ധതിയിൽ സർക്കാർ നൽകുന്ന 25% ബോണസ് വീട് വാങ്ങുന്ന സമയത്ത് ഒറ്റത്തവണയായി ലഭ്യമാക്കും. ഇതോടെ നിലവിലെ LISA-യിൽ ഉള്ളതുപോലെ അർഹതയില്ലാത്ത ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കുമ്പോൾ ഏർപ്പെടുത്തുന്ന 25% പിഴ ചാർജ് ഒഴിവാക്കും. സാഹചര്യങ്ങൾ മാറിയാൽ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമോ എന്ന കാര്യം പിന്നീട് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അതേസമയം പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് LISA തുറക്കുന്നവർക്കും നിലവിൽ LISA ഉള്ളവർക്കും പഴയ നിയമങ്ങൾ തുടരും. അതായത് 60 വയസ്സിനു ശേഷം വിരമിക്കൽ ആവശ്യത്തിനായി പണം ഉപയോഗിക്കാനുള്ള അവസരവും മാസം തോറുമുള്ള ബോണസും ഇവർക്ക് ലഭ്യമാകും. ഫസ്റ്റ് ടൈം ബയേഴ്സിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ 2026 തുടക്കത്തിൽ ഈ പുതിയ പദ്ധതിയുടെ നടപ്പാക്കലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടനിൽ വാഹന നിർമ്മാണം കൂപ്പുകുത്തി. ഉൽപാദനം 73 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെന്ന റിപ്പോർട്ട്. സൊസൈറ്റി ഓഫ് മോട്ടോഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-ൽ 7,64,715 വാഹനങ്ങൾ മാത്രമാണ് നിർമ്മിച്ചത്. ബ്രിട്ടനിലെ കാർ, വാൻ, ട്രക്ക്, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞ വർഷം 1952 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയതായുള്ള കണക്കുകൾ പുറത്തുവന്നു. ഇത് 2024-നേക്കാൾ 15.5% കുറവാണ്. നിർമ്മിച്ച വാഹനങ്ങൾ ഭൂരിഭാഗവും കാറുകളാണ്. 2016-ൽ 17 ലക്ഷം കാറുകൾ നിർമ്മിച്ചിരുന്ന രാജ്യത്ത് ഇപ്പോൾ ഇടവ് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വ്യവസായം നേരിടുന്ന ഏറ്റവും കഠിനമായ വെല്ലുവിളികളാണ് SMMT ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കൽ ഹോബ്സ് പറഞ്ഞു. ജാഗ്വാർ ലാൻഡ് റോവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണവും ലൂട്ടണിലെ ഫാക്ടറി അടച്ചുപൂട്ടലും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. ഇതോടെ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം, കോവിഡ് കാലത്തെ ആഘാതം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, സിൻഡനിലെ ഹോണ്ട ഫാക്ടറി അടച്ചതും തുടങ്ങിയ കാര്യങ്ങൾ വ്യവസായത്തിന് തിരിച്ചടിയായി. ഈ വർഷം പുതിയ ഇലക്ട്രിക് വാഹന മോഡലുകൾ വിപണിയിലെത്തുന്നതോടെ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. 2027-ഓടെ കാർ, വാൻ ഉൽപാദനം വീണ്ടും ഉയരുമെന്നാണ് SMMTയുടെ വിലയിരുത്തൽ. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള നയനിർദ്ദേശങ്ങൾ ബ്രിട്ടൻ വാഹന വ്യവസായത്തിന് വലിയ ഭീഷണിയാകുമെന്നും ഹോബ്സ് മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിലെ പബ്ബുകൾക്ക്, സംഗീത വേദികൾക്കും ബിസിനസ് റേറ്റിൽ ഇളവ് നൽകുന്ന പിന്തുണ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. ഏപ്രിൽ മുതൽ ബിസിനസ് റേറ്റ് ബില്ലിൽ 15% ഇളവ് ലഭിക്കാൻ തുടങ്ങും. കൂടാതെ 2 വർഷത്തേക്ക് റേറ്റ് വർധനവ് ഉണ്ടാകില്ല എന്നും സർക്കാർ. നവംബറിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെതിരായ ഈ മേഖലയിൽ നിന്നും ഉണ്ടായ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. 3 വർഷത്തെ ഈ പാക്കേജിന്റെ മൂല്യം 2026-27 ഒരു ശരാശരി പബ്ബിന് 1650 പൗണ്ട് ആയിരിക്കുമെന്നും ട്രഷറി മന്ത്രി ഡാൻ ടോംലിൻസൺ പറഞ്ഞു.
ബഡ്ജറ്റിനെ തുടർന്ന് വലിയ വർധനവ് നേരിടേണ്ടി വന്നതോടെ 1000-ലധികം പബ്ബുകൾ ലേബർ എംപിമാരെ പ്രവേശിപ്പിക്കുന്നതുവരെ വിലക്കിയിരുന്നു. 2010 മുതൽ ഏകദേശം 7000 പബ്ബുകൾ അടച്ചുപൂട്ടിയതായും ചൂണ്ടിക്കാട്ടിയ ടോം ലിൻസൺ, പബ്ബുകൾ സമൂഹങ്ങളുടെ അടിത്തറ ആണ് എന്ന കാര്യത്തിൽ കൂടുതൽ പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാക്കേജിന് ആദ്യ വർഷം 80 മില്യൺ ചെലവ് വരുമെന്നും തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ചെലവ് ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി വിലയിരുത്തുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകളും ഉൾപ്പെടെയുള്ള മേഖലകളും അപകടത്തിലാണ് എന്നും UK ഹോസ്പിറ്റാലിറ്റി മുന്നറിയിപ്പ് നൽകി. സഹായം വിപുലീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായിരുന്നു. പബ്ബുകളെ വിലയിരുത്തുന്ന വാല്യുവേഷൻ ഓഫീസ് ഏജൻസിയുടെ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുമുള്ള എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യ വെനിസ്വേലൻ എണ്ണ വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങൾ ഇതിനോടകം ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇന്ത്യ അതിന് ഒരുക്കമാണ്. അവർ ഇറാനിൽ നിന്നും വാങ്ങുന്നതിന് പകരം വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് പകരമായി വെനിസ്വേലൻ എണ്ണ വാങ്ങണമെന്ന് US ഇന്ത്യയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന എത്തിയത്. വെനിസ്വേലൻ എണ്ണ വാങ്ങാൻ ചൈനയ്ക്കും US-ഉമായി ഒരു കരാറിൽ ഏർപ്പെടാമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപ് അവകാശപ്പെട്ട വെനിസ്വേലൻ എണ്ണ കരാർ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല. മുൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ അറസ്റ്റിനു ശേഷം വെനിസ്വേലൻ എണ്ണയുടെ ഏറ്റവും വലിയ സ്വീകർത്താവായി അമേരിക്ക മാറിയിരിക്കുന്നു. മിന്നസോട്ടയിൽ കുടിയേറ്റ നിയമലംഘനങ്ങൾ തടയുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ഐസ് തുടരുന്ന ശക്തമായ നടപടികൾക്ക് സ്റ്റേ നൽകാൻ ഫെഡറൽ കോടതി വിസമ്മതിച്ചു. മിനിയാപോളിസിലെ US ജില്ലാ ജഡ്ജി കേറ്റ് മെനസ്-വാർഡ് ആണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിയത്. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ നടപടികൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും വംശീയ വിവേചനം, അന്യായ തടങ്കൽ, വെടിവെപ്പുകൾ എന്നിവ വ്യാപകമാണ് എന്ന് മിന്നസോട്ട അറ്റോർണി ജനറൽ ഓഫീസ് കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. ഈ നടപടികൾ സംസ്ഥാനത്തെ ടിൻ സിറ്റികളെയും ആഴത്തിൽ ബാധിക്കുന്നുവെന്നും ജഡ്ജിയും നിരീക്ഷിച്ചു. എങ്കിലും മുഴുവൻ ഓപ്പറേഷനും നിർത്തിവെക്കുക അതിരുകടന്ന നടപടിയാകുമെന്നും കോടതി വ്യക്തമാക്കി. മുമ്പ് മിന്നസോട്ടയിലെ ഐസ് പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുന്ന താൽക്കാലിക സ്റ്റേ ഫെഡറൽ അപ്പീൽ കോടതി റദ്ദാക്കിയിരുന്നുവെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി. അതുപോലും അതിരു കടന്നതാണ് എന്നും അപ്പീൽ കോടതി വിലയിരുത്തിയപ്പോൾ മുഴുവൻ നടപടിയും നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ജഡ്ജി മെനസ് ഉത്തരവിൽ വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നടപടികളെ നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സമർപ്പിച്ച കേസ്. മിന്നിയാപോളിസ് സെന്റ് പോൾ മേഖലയിൽ ആയിരക്കണക്കിന് ഫെഡറൽ ഏജന്റുമാരെ വിന്യസിച്ചതിനെ തുടർന്ന് ആഴ്ചകളായി പ്രതിഷേധങ്ങൾ തുടരുകയും 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇത് നീതിന്യായ വകുപ്പിന്റെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് പ്രതികരിച്ചു. സാങ്ച്വറി നയങ്ങളോ അടിസ്ഥാനരഹിതമായ കേസുകളോ മിന്നസോട്ടയിലെ ഫെഡറൽ നിയമം നടപ്പിലാക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തെ തടയാനാകില്ല എന്നും അവർ പറഞ്ഞു. അതേസമയം മിന്നസോട്ടയിലെ അറ്റോർണി ജനറൽ കീത്ത് എലിസൺ ഫെഡറൽ ഏജന്റുമാർ പൗരന്മാരെ വംശീയമായി പ്രൊഫൈൽ ചെയ്യുന്നതിനും നിയമപരമായി താമസിക്കുന്നവരെ മണിക്കൂറുകളോളം അന്യായമായി തടയുന്നതായും ആരോപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായ സംസ്ഥാനമായതിനാൽ മിന്നസോട്ടയെ ലക്ഷ്യമിടുന്നത് എന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. US-ൽ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, കത്തുകൾ, രേഖകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വൻ ശേഖരമാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 35 ലക്ഷം പേജുകളും 2000 വീഡിയോകളും ഏകദേശം 1,80,000 ചിത്രങ്ങളും ഉൾപ്പെടുന്ന രേഖകളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വരെയുള്ള നിരവധി പ്രമുഖരുടെ പേരുകൾ രേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെതിരായ ഗുരുതര ആരോപണങ്ങളാണ്. രേഖകളിൽ പറയുന്നതനുസരിച്ച് ഗേറ്റ്സ് റഷ്യൻ യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും അതിന്റെ ഭാഗമായി ലൈംഗിക രോഗം ബാധിച്ചിട്ടുണ്ട് എന്നും ഇക്കാര്യം മുൻ ഭാര്യ മെലിൻഡ ഗേറ്റ്സിൽ നിന്നും മറച്ചുവെച്ചു എന്നുമാണ് ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അസംബന്ധവും വാസ്തവ വിരുദ്ധവുമാണെന്നും ഗേറ്റ്സിന്റെ വക്താക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2013 ജൂലൈയിൽ എപ്സ്റ്റൺ തന്നെ തനിക്ക് അയച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ ഡ്രാഫ്റ്റുകളിലാണ് ഇത്തരം പരാമർശങ്ങളുള്ളത്. രോഗവിവരങ്ങൾ, ആന്റിബയോട്ടിക്കുകൾക്കായുള്ള അഭ്യർത്ഥനയും അടങ്ങിയ ഇമെയിലുകൾ ഇല്ലാതാക്കാൻ ഗേറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്നാൽ ഇവയിൽ പലതും എപ്സ്റ്റീൻ അയക്കാതെ സൂക്ഷിച്ച ഡ്രാഫ്റ്റുകളാണ് എന്നതാണ് ശ്രദ്ധേയം. ഗേറ്റ്സിന്റെ മുൻ ഉപദേഷ്ടാവ് ബോറിസ് നിക്കോളസിനെ കുറിച്ചും രേഖകളിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഗേറ്റ്സും മെലിൻഡയും തമ്മിലുള്ള ദാമ്പത്യ തർക്കങ്ങളിൽ നിക്കോളസിനെ വലിച്ചിഴച്ചതായും
ഗേറ്റ്സിന് വേണ്ടി മരുന്നുകൾ എത്തിക്കുവാൻ മറ്റ് സ്ത്രീകളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് സൗകര്യമൊരുക്കുവാനും അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയതായും എപ്സ്റ്റീൻ അവകാശപ്പെട്ടു. അതേസമയം ഗേറ്റ്സുമായി തുടർബന്ധം നിലനിർത്താൻ കഴിയാത്തതിലുള്ള എപ്സ്റ്റീന്റെ നിരാശയും ഗേറ്റ്സിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് ഈ രേഖകളിൽ പ്രതിഫലിക്കുന്നതെന്നും ഗേറ്റ്സിന്റെ വക്താവ് വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.51 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.68 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.70 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.37 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.33 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ബഡ്ജറ്റിൽ ആയുർവേദ മേഖലയിലും അനിമേഷൻ, വിഷ്വൽ എഫക്ട്, ഗെയിമിംഗ് മേഖലയിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ നടന്നു. പുതിയ 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ 5 മേഖലാ മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ബഡ്ജറ്റിൽ വ്യക്തമാക്കി. മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലകളുമായി സഹകരിച്ചാണ് പദ്ധതി. യോഗ, വെൽനസ് സ്കീമുകൾക്കായി 1.5 ലക്ഷം കെയർ ഗിവർമാരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. മെഡിക്കൽ ഹബ്ബുകൾ തൊഴിലവസരങ്ങളുടെ കേന്ദ്രമാകും. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതി ബഡ്ജറ്റിലുണ്ട്. ആയുഷ് ഫാർമസികളുടെ നിലവാരം ഉയർത്തും. ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നും ബഡ്ജറ്റിലുണ്ട്. അതേസമയം ഇന്ത്യയിലെ അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്, ഗെയിമിംഗ് മേഖലകൾ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. 2 മില്യൺ പ്രൊഫഷണലുകളെ 2030 ആവശ്യമുള്ള മേഖലയാണിത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി ഇതിനായി പിന്തുണ നൽകും. AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബ്, 15,000 സെക്കൻഡ് സ്കൂളുകളും 500 കോളേജുകളും സ്ഥാപിക്കും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ സ്ഥാപിക്കാനുമാണ് പദ്ധതി. തേങ്ങ കർഷകർക്ക് പ്രോത്സാഹനം നൽകിയിരിക്കുകയാണ് യൂണിയൻ ബഡ്ജറ്റ്. 2026 കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന പേരിൽ 10 മില്യൺ കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. പ്രധാന ഉൽപാദനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൽപാദനമില്ലാത്ത തെങ്ങുകൾ മാറ്റി പുതിയ തെങ്ങുകൾ നടാൻ പ്രോത്സാഹനം നൽകും. ഇന്ത്യൻ കശുവണ്ടിയും തേങ്ങയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇത് സഹായകമാകും. പലസ്തീനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശനിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന 2ാമത് ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ചും മോദി പരാമർശിച്ചു. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ അറബ് ലീഗിന്റെ പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി പലസ്തീൻ ജനതയോടുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രത്യേകം എടുത്തു പറയുകയും ഗാസ സമാധാന പദ്ധതി ഉൾപ്പെടെയുള്ള സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്തു. പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അറബ് ലോകവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത് വർഷങ്ങളായി ഇരുപക്ഷങ്ങൾക്കും ഇടയിലുള്ള ബന്ധങ്ങൾക്ക് പ്രചോദനവും ശക്തിയും പകരുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യ അറബ് പങ്കാളിത്തത്തിനായുള്ള തന്റെ കാഴ്ചപ്പാട് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും സഹകരണം വർദ്ധിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുകയും ചെയ്തു. സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിനു നേരെ ആക്രമണം. അജ്ഞാതം ഫ്ളാറ്റിനു നേരെ 4 റൗണ്ട് വെടിയുതിർത്തു. ഫോറൻസിക് സംഘം ഫ്ളാറ്റിലെ പരിശോധന തുടരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മുംബൈയിലെ ഒരു ബോളിവുഡ് സെലിബ്രിറ്റിയുടെ വീടിനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആക്രമണം നടന്നത്. ജുഹുവിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒരിടത്താണ് രോഹിത് ഷെട്ടിയുടെ വസതി. ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കാത്തത് ആശ്വാസമാകുന്നുണ്ട്. ആക്രമണത്തിന്റെ കാരണം പോലീസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സംഭവത്തിൽ അന്താരാഷ്ട്ര ഗുണ്ടാ സംഘങ്ങളെ അടക്കം മുംബൈ പോലീസ് സംശയിക്കുന്നു എന്നാണ് നിലവിലെ വിവരം. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഈ സ്ഥലത്ത് എങ്ങനെ ആക്രമണം നടത്താൻ സാധിച്ചുവെന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത ഇതുവരെയുള്ള ചോദ്യം. അജയ് ദേവ്ഗൺ നായകനായി 2003 പുറത്തിറങ്ങിയ സമീനാണ് ഷെട്ടിയുടെ ആദ്യ ചിത്രം. പിന്നീട് ഗോലുമാൾ, സിംഗം, ചെന്നൈ എക്സ്പ്രസ്, ദിൽവാലെ, സിംബ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതാവ് മുൻ എംപിയുമായ കെ മുരളീധരൻ. മത്സരരംഗത്ത് താൻ ഉണ്ടാകുമെന്ന് പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ UDF BJP മത്സരമാണ് നടക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് BJP-യുമായി അന്തർധാരയുണ്ടാകും. UDF-ന് ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് ഒന്നിച്ചു നിൽക്കണം.
കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നവരെ പേടിക്കേണ്ട. എന്നാൽ പാർട്ടിക്ക് അകത്തു നിന്നുകൊണ്ട് പണി തരുന്നവരുണ്ട്, അവരെ സൂക്ഷിക്കണം. അത്തരക്കാർ തൃശൂരിലുമുണ്ട്. തൃശൂരിലെ സീറ്റ് നഷ്ടപ്പെടുന്നതിന്റെ കാരണവും ഇതാണ്. ഗുരുവായൂരിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടക്കുന്ന ചടങ്ങ് ഡിജിറ്റൽ ദീപം തെളിയിച്ചാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ ടെസി തോമസിന് കേരള ശാസ്ത്ര പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. ശാസ്ത്രീയ ചിന്തകൾക്ക് മുകളിൽ പല കാർമേഘങ്ങളുള്ള രാജ്യമാണ് നമ്മുടേതെന്നും അതിനെ വകഞ്ഞുമാറ്റി ജാഗ്രതയോടെ മുന്നോട്ടു പോകാൻ നമുക്ക് ആകണമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ശാസ്ത്രീയ ചിന്തകൾക്ക് മുകളിൽ പല കാർമേഘങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കാർമേഘങ്ങളാണത്. അതിനെ വകഞ്ഞുമാറ്റി ജാഗ്രതയോടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. അവ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ചെറുക്കണം. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഉള്ളവയെ വസ്തുതകളാക്കി അവതരിപ്പിക്കുവാനും യാഥാർത്ഥ്യം പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ചെറുക്കണം. അത്തരം അന്ധവിശ്വാസങ്ങളെ കൊണ്ട് ശാസ്ത്രബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. അതിനെതിരെ ജാഗ്രതയോടെ ഇടപെടാൻ നമുക്ക് ആകണമെന്നും യുക്തിപൂർണമല്ലാത്ത കഥകളെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് തറവാടുത്ത ആഘോഷമാക്കി അവതരിപ്പിക്കുന്നത് തുറന്നു കാട്ടാനാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സൗദി എയർലൈൻസ് കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി എയർലൈൻസ് സർവീസ് പുനരാരംഭിക്കുന്നത്. കോഴിക്കോട് നിന്ന് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് വിമാന സർവീസുകൾ ഉണ്ടാവുക. ഇന്ന് രാവിലെയാണ് വിമാനം സർവീസ് പുനരാരംഭിച്ചത്. 185 മുതൽ 239 വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് സർവീസിന് ഉപയോഗിക്കുക. രാവിലെ 8:35 കോഴിക്കോട് എത്തുന്ന വിമാനം 9:45 കോഴിക്കോട് നിന്നും റിയാദിലേക്ക് പുറപ്പെടും. തുടക്കത്തിൽ ആഴ്ചയിൽ 4 സർവീസുകളാണ് സൗദി എയർലൈൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 14 വരെയാണ് ഈ സമയക്രമം. മാർച്ച് 15 മുതൽ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ്. മാർച്ച് 28 വരെയുള്ള സമയക്രമമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2015 റൺവേ നവീകരണത്തെ തുടർന്നാണ് സൗദി എയർലൈൻസ് കരിപ്പൂർ വിട്ടത്. വലിയ വിമാനങ്ങൾ സർവീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിദ്ദ സർവീസ് ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും. 5 മണിക്കൂറിൽ താഴെ പറക്കാൻ സമയമുള്ള സ്ഥലങ്ങളിലേക്ക് ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്താനാകും. ജിദ്ദ സർവീസിന് 6 മണിക്കൂറിന് മുകളിൽ സമയമെടുക്കും. ഇത്ര സമയം പറക്കാനുള്ള ഇന്ധനം സംഭരിക്കാൻ വലിയ വിമാനങ്ങൾക്കേ സാധിക്കൂ. റസ നവീകരണം പൂർത്തിയായാലേ കരിപ്പൂർ വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ. ഇനി സ്പോർട്സ്. ഹോം ഗ്രൗണ്ടിൽ സഞ്ജു സാംസൺ നിരാശ സമ്മാനിച്ചു എങ്കിലും ഇഷാൻ കിഷനും ഹർദീപ് സിംഗും തിളങ്ങിയതോടെ ന്യൂസിലൻഡിനെതിരായ കാര്യവട്ടം T20യിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി ഇന്ത്യ. 46 റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം. ഇന്ത്യ ഉയർത്തിയ 272 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 19.4 ഓവറിൽ 225 റൺസ് ഓൾ ഔട്ടായി. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര 4-1 സ്വന്തമാക്കി ഇന്ത്യ ലോകകപ്പ് ഒരുക്കം ഗംഭീരമാക്കി. 4 ഓവറിൽ 51 റൺസിന് വഴങ്ങിയെങ്കിലും 5 വിക്കറ്റ് എടുത്ത അർഷദീപാണ് കിവീസിനെ തകർത്തത്. അക്ഷർ പട്ടേൽ 33 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ഇന്ത്യ ഉയർത്തിയ 272 റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത കിവീസിനെ ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ടീം സേഫ്റ്റിന് നഷ്ടമായിരുന്നു. എന്നാൽ 2ാം വിക്കറ്റിൽ ഒന്നിച്ച ഫിൻ അലൻ, രജിൻ രവീന്ദ്ര സഖ്യം ഇന്ത്യയെ വിറപ്പിച്ചു. 48 പന്തിൽ നിന്നും 100 റൺസിന്റെ കൂട്ടുകെട്ടാക്കിയ ഈ സഖ്യം പിരിച്ചത് അക്ഷർ പട്ടേലായിരുന്നു. 38 പന്തിൽ നിന്നും 80 റൺസ് എടുത്ത അലൻ അപകടകാരിയായി മാറുമ്പോഴായിരുന്നു അക്ഷറിന്റെ വരവ്. 6 സിക്സും 8 ഫോറും അടങ്ങുന്നതായിരുന്നു അലന്റെ ഇന്നിംഗ്സ്. പിന്നാലെ അപകടകാരിയായ ഗ്ലെൻ ഫിലിപ്സിന്റെയും മടങ്ങിയ അക്ഷർ കേസിനെയും പ്രതിരോധത്തിലാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ പണപ്പെരുപ്പം തലവേദനയാകുന്നു. നിലവിലെ 3.75% അടിസ്ഥാന പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം ഫെബ്രുവരി 5-ന് പ്രഖ്യാപിക്കും. സമീപകാല പണപ്പെരുപ്പം ഉയർന്നതും സാമ്പത്തിക വളർച്ച കുറഞ്ഞതും പലിശ വർധനവ് അടിസ്ഥാന കാരണങ്ങൾ. വീട് വായ്പയും നിക്ഷേപ പലിശയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിരക്ക് വർധനവ് വലിയ സ്വാധീനം ചെലുത്തും. ബ്രിട്ടനിലെ അമ്മമാരിൽ 10 പേരിൽ 7 പേരും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലെന്ന് മദേഴ്സ് മാസ്റ്റർ സംഘടനയുടെ പഠന റിപ്പോർട്ട്. പ്രസവാനന്തര വിഷാദം, ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ
ബ്രിട്ടനിലെ അമ്മമാരിൽ വ്യാപകമാകുന്നു. UK-യിൽ 31% അമ്മമാരും മാതൃത്വം സ്വന്തം കരിയറിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന റിപ്പോർട്ട്. അമ്മമാരുടെ മാനസികാരോഗ്യത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ഗവേഷകർ. UK-യിലെ ലൈഫ് ടൈം ISA പദ്ധതിക്ക് പകരം പുതിയ സേവിങ്സ് പദ്ധതി ആരംഭിക്കുന്നു. 2028 ഏപ്രിൽ മുതൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും. പുതിയ പദ്ധതിയിൽ സർക്കാർ നൽകുന്ന 25% ബോണസ് വീട് വാങ്ങുന്ന സമയത്ത് ഒറ്റത്തവണയായി ലഭ്യമാകും. സേവിങ്സ് പദ്ധതിയുടെ രൂപരേഖ HMRC സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്നുമുള്ള എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യ വെൻസിലിൻ എണ്ണ വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് പുറമെ ചൈനയ്ക്കും വെൻസിലിൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിക്ക് പകരമായി വെൻസിലിൻ എണ്ണ വാങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഇന്ത്യ. US-ൽ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 35 ലക്ഷം പേജുകളും 2000 വീഡിയോകളും ഉൾപ്പെടെ 1,80,000 ചിത്രങ്ങൾ ഉൾപ്പെടുന്ന രേഖകൾ. പുറത്തുവന്ന രേഖകളിൽ ഡൊണാൾഡ് ട്രംപ് മുതൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് വരെയുള്ള നിരവധി പ്രമുഖർ. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആയുർവേദ മേഖലയിലും അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് മേഖലയിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ. പുതിയ 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപനം. കേന്ദ്ര ബഡ്ജറ്റ് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും കേന്ദ്ര സർക്കാർ. ഞായറാഴ്ചത്തെ ബഡ്ജറ്റ് അവതരണം ചരിത്രത്തിൽ ആദ്യം. പലസ്തീനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വരും വർഷങ്ങളിൽ ഇന്ത്യ അറബ് സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ഗാസ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതാവ് മുൻ MP-യുമായ K മുരളീധരൻ. കേരളത്തിൽ UDF BJP മത്സരമാണ് നടക്കുകയെന്നും ഈ തിരഞ്ഞെടുപ്പിൽ CPM-ന് BJP-യുമായി അന്തർധാരയുണ്ടാകുമെന്നും K മുരളീധരൻ. കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നവരെ പേടിക്കണ്ട എന്നും എന്നാൽ പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് പണി തരുന്നവരെയാണ് ഭയക്കേണ്ടതെന്നും മുൻ KPCC പ്രസിഡന്റ്. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.